ദളിതൻ ഭാഗം 3. കുഞ്ഞുണ്ണി അനിയത്തിയെ ചേർത്ത് പിടിച്ചു. കല്യാണി, നമ്മൾ വലുതാവുമ്പോൾ ഒരു വലിയ വീട് വെക്കും, കുടയും വാങ്ങും, ടീച്ചർമാർ നമ്മളെ ബഹുമാനിക്കും. ശരി ചേട്ടാ. കല്യാൺ ചേട്ടനെ നനഞ്ഞ ശത്രു മുഖം ചേർത്ത്. അപ്പോൾ വീണ്ടും മഴ തുടങ്ങി. എല്ലാവരും ഓടി വീട്ടിൽ കയറി. താർപ്പായിൽ നിന്ന് വെള്ളം ഒഴിച്ചു. പക്ഷെ ആ 3 പേരുടെ മുഖത്തൊരു വെളിച്ചമുണ്ടായിരുന്നു. പപ്പടത്തിന്റെ മണം, അമ്മയുടെ സ്നേഹം, അനിയത്തിയുടെ ചിരി, ചേമ്പിനെ മലറ്റാത്തൊരു സ്വപ്നം. പുറത്ത് കൂരിരുട്ട്, കറണ്ടില്ല. കറണ്ട് ബില്ല് 3 മാസമായി അടച്ചിട്ടില്ല. വീട്ടിനുള്ളിൽ ഒരു പഴയ മണ്ണെണ്ണ വിളക്ക് ചില്ല് കാത്തിരിക്കുന്നു. പകുതി തീർന്നു. ആ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത് 2 പേർ, കുഞ്ഞുണ്ണിയും കല്യാണിയും. മേശയില്ല, ബെഞ്ചില്ല. മണ്ണത്തറയിൽ ഒരു പഴയ പത്രം വിരിച്ച് അതിന് മുകളിൽ പുസ്തകം. ചേട്ടാ, കണ്ണ് കടിക്കുന്നു. കല്യാണി കണ്ണ് തിരുമ്മി. പിടിച്ചോ കുട്ടി. കുഞ്ഞുണ്ണി അനിയത്തിനെ തലയിൽ തലോടി. നമുക്ക് പാസ്സാകണം അല്ലേ? അവൻ 4ാം ക്ലാസ്, അവൾ 3ാം ക്ലാസ്. ഗണിതം, മലയാളം, ഇംഗ്ലീഷ് കുഞ്ഞുണ്ണി പറഞ്ഞു കൊടുക്കും. കല്യാണി എഴുതും. മണ്ണെണ്ണയുടെ പുക മുഖത്തടിക്കും, തൊണ്ടയിൽ കയറും. പക്ഷെ അവർ പഠിക്കും. ദേവിന്റെ അടുപ്പിൽ നിന്ന് നോക്കി നിൽക്കും. കണ്ണു നിറയും. എന്റെ മക്കളെ. രാഘവൻ പറയും, മോനെ, നീ ക്ലാസ്സിൽ 1ാമതാണല്ലേ? അതെ അപ്പാ. മതി. നമ്മുടെ താർപ്പായ മണ്ണെണ്ണ വെളിച്ചത്തിൽ പോലും സ്വർണം മിനുങ്ങും. അന്ന് രാത്രി റിസൾട്ട് വന്നു. ടീച്ചർ കൊടുത്തയച്ച ചീട്ട്. കുഞ്ഞുണ്ണി 1ാം റാങ്ക്, 100-ൽ 100. ദേവിക്ക് ആ ചീട്ട് നെഞ്ചോട് ചേർത്തു കരഞ്ഞു. എന്റെ ദൈവമേ, ഒരു താർപ്പായ കൂടെ മണ്ണെണ്ണ വെളിച്ചത്തിൽ ഒരു 1ാം റാങ്ക് ജനിച്ചു. വീണ്ടും മഴ, വീണ്ടും ചേമ്പിര. കുഞ്ഞുണ്ണിയും കല്യാണിയും ഒരുമിച്ചിറങ്ങി. അവന്റെ കയ്യിൽ റാങ്ക് ചീട്ട് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞത്. സ്കൂളിലെത്തി. ടീച്ചർ ശാരദ എല്ലാ കുട്ടികളെയും മുന്നിൽ വെച്ച് പറഞ്ഞു, കുട്ടികളെ, നമ്മുടെ ക്ലാസ്സിലെ 1ാമൻ ഉണ്ണി. ക്ലാസ് മുഴുവൻ നോക്കി. ചിലർ കൈയടിച്ചു, ചിലർ മൂക്കത്ത് വിരൽ വെച്ചു. ചേമ്പുവാസനയുള്ളവൻ 1ാമനോ? ഒരു കുട്ടി ഉറക്കെ ചിരിച്ചു. ടീച്ചർ ശകാരിച്ചു, മിണ്ടരുത്. പക്ഷെ ടീച്ചറുടെ കണ്ണിനും ഒരു സംശയമുണ്ടായിരുന്നു. ഇവർ എങ്ങനെ പഠിക്കുന്നു? ഉച്ചയ്ക്ക് ടീച്ചർ പറഞ്ഞു, കുട്ടികളെ, നാളെ മാസപരീക്ഷയാണ്, എല്ലാവരും നന്നായി പഠിക്കണം. കുഞ്ഞുണ്ണിയുടെ മനസ്സിൽ ഒരു തീ കത്തി. നാളെ പരീക്ഷ. വൈകുന്നേരം പരീക്ഷയുടെ തലേന്ന്. കുഞ്ഞുണ്ണിക്ക് ഉറക്കം വന്നില്ല. മണ്ണെണ്ണ തീർന്നു. വിളക്ക് കെട്ടു. അവർ പുറത്തിറങ്ങി. മരക്കൽ പറമ്പ്, അമ്പലം. അമ്പലം അടച്ചു. പൂജ കഴിഞ്ഞു. ആരുമില്ല. പടിയുടെ പുറത്ത് മതിലിന്റെ മറവിൽ ആരും കാണാത്ത ഒരു സ്ഥലം. കുഞ്ഞുണ്ണി മുട്ടുകുത്തി നിന്ന് 2 കൈ കൂപ്പി. കണ്ണുപൊത്തി വെള്ളം വന്നു. പ്രാർത്ഥിച്ചു. ഭഗവാനെ. അവൻ മെല്ലെ പറഞ്ഞു, എനിക്ക് അകത്ത് കയറാൻ പറ്റില്ല, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, എനിക്ക് വഴി നടക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റും. നാളെ പരീക്ഷയുണ്ട്. ഞാൻ 1ാമത് വരണം. എന്റെ അമ്മയുടെ കഷ്ടപ്പാട് മാറണം. എന്റെ അനിയത്തിക്കൊരു കുട വാങ്ങണം. ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ അകത്ത് കയറിയിട്ടില്ല. ദൂരെ നിന്ന് മാത്രം തൊഴുകയാ. ക്ഷമിക്കണേ. അവർ 3 പ്രാവശ്യം തൊഴുതു. നെറ്റി മണ്ണിൽ ഉരസി. പക്ഷെ ആരോ കണ്ടു. അമ്പലത്തിന്റെ കാര്യസ്ഥൻ ഗോപാലൻ, തമ്പുരാന്റെ ഏറ്റവും വിശ്വസ്തൻ, ജാതിയുടെ കാവൽക്കാരൻ. അവൻ മരത്തിന്റെ മറവിൽ നിന്ന് എല്ലാം കണ്ടു കേട്ടു. കുഞ്ഞുണ്ണി എണീറ്റ് പോകുമ്പോൾ ഗോപാലൻ പിന്നിൽ നിന്ന് അലറി, നിർത്തടാ. കുഞ്ഞുണ്ണി പേടിച്ചു വരച്ചു. ആരാ? ഞാനാ, കോളനിക്കാരാ. നീ ഇവിടെ എന്താ ചെയ്തത്? ഞാൻ തൊഴുകയായിരുന്നു. ആരും കാണാതെ. ആരും കാണാതെയോ? അമ്പലത്തിലെ മലിനമാക്കാൻ? കുഞ്ഞുണ്ണി കരഞ്ഞു. അല്ല ചേട്ടാ, ഞാൻ പരീക്ഷയ്ക്ക് ദൈവത്തോട് പറഞ്ഞതാ. പരീക്ഷയോ? നിനക്കെന്തിനാ പരീക്ഷ? പോയി ചെളിവാര്. ഗോപാലൻ അവന്റെ കോളറിൽ പിടിച്ചു. നടക്കട തമ്പുരാന്റെ മുന്നിൽ. മനക്കൽ വലിയ വീട്, മാർബിൾ തറ, ഫാൻ കറങ്ങുന്നു. തമ്പുരാൻ 60 വയസ്സ്, വെളുത്തമുണ്ട്, നെറ്റിയ ചന്ദനം. കുഞ്ഞുണ്ണിയെ തള്ളിയിട്ടു. അവൻ ചെളിയിൽ വീണു. എന്താ സംഭവം ഗോപാല? തമ്പുരാൻ ചോദിച്ചു. തമ്പുരാനെ, ഈ കോളനിക്കാരൻ പട്ടി അമ്പലത്തിന് നടയിൽ മുട്ടുകുത്തി തൊഴുകയായിരുന്നു, മലിനമാക്കി. തമ്പുരാൻ കുഞ്ഞുണ്ണിയെ നോക്കി. നീ ആരാ മോനെ? ഞാൻ കുഞ്ഞുണ്ണിയാ. പഠിക്കുന്നുണ്ടോ? അതെ തമ്പുരാനെ, നാളെ പരീക്ഷയാ. തമ്പുരാൻ ചിരിച്ചു, ഒരു പരിഹാസ ചിരി. പരീക്ഷ? നീ പഠിച്ച് എന്താ ചെയ്യാ? നിന്റെ അച്ഛൻ എന്റെ പറമ്പിൽ പണിയെടുക്കുന്നു, നീയും എടുക്കും. അതാ നിന്റെ ജാതി. കുഞ്ഞുണ്ണി തലയുയർത്തി. അല്ല തമ്പുരാനെ, ഞാൻ പഠിക്കും, ഞാൻ വലുതാവും.